നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ പറയാൻ വേണ്ടി വന്നത് നമ്മുടെ സെവൻസ് ഫുട്ബോളിൽ ഭയങ്കരമായിട്ട് ഫൗള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ആളെ കൊല്ലണ തരത്തിലുള്ള ഫൗള് കൂടി വരികയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരു ടീമിന് ഒരാൾക്കും അതിലൊരു ലാഭമില്ല. കാരണം ഒരാളെ ഫൗൾ ചെയ്ത് അവൻ്റെ ഭയങ്കരമായിട്ട് ഇഞ്ചുറി പറ്റി. ഏതാണ്ട് ഞാൻ 2 ദിവസം മുന്നേ കണ്ട ഫൗളിൽ മരിക്കോളം എന്താ ചങ്കിനൊക്കെ അടിച്ച് നാവിറങ്ങിപ്പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത്. നാവിറങ്ങി പോകാറായി. പക്ഷെ അതൊക്കെ ഭയങ്കര ഡേഞ്ചർ ഫൗളാണ്. കാരണം അത് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളെ ടീം ജയിച്ചുകൊണ്ട് എന്താ കാര്യം? ഒരു ഡേഞ്ചർ ഫൗൾ ചെയ്ത് ടീമിനെ അത്ര മറ്റേ ടീമിൻ്റെ ഒരു പ്ലെയറെ കൊല്ലാതെ കൊന്നിട്ട് നമ്മളെ ടീം ജയിച്ചുകൊണ്ട് എന്തൊരു കാര്യമുണ്ടോ? പക്ഷെ അതൊക്കെ നിങ്ങളെ പോലത്തെ ഇതേപോലെ ഒരാളെ മാത്രമല്ല പറയണത്, ഏതാണ്ട് എല്ലാ പ്ലേയേഴ്സും ഇത് തന്നെയാണ് പ്രശ്നം. ഈ സെവൻസിൽ കളിച്ച് ഇപ്പം നിങ്ങൾക്ക് തന്നെ ഒരുപാട് ആരാധകരുണ്ടാവും. സെവൻസ് കളിച്ച് നിങ്ങളെപ്പോലെ കളിക്കണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. ആ കുട്ടികൾക്ക് ഇത് നിങ്ങൾ കൊടുക്കണ പാഠമെന്ന് പറഞ്ഞത് അവരും ഇതിലേക്ക് കൂടുതൽ ഫൗൾ ചെയ്യാനും ഇടിക്കാനും കുത്താനൊക്കെ അവർ ചെറുപ്പം മുതൽ കളി പഠിച്ചുകൊണ്ട് നടക്കുന്ന സമയം മുതലേ അവരിതിനായിട്ട് തുടങ്ങും. അപ്പോൾ എന്തായി, അതൊരുപാട് ഇത് ഫൗള് നിൽക്കാത്ത രീതിയിലാവും. പിന്നെ ഈ ഫൗള് കളിക്കുക എന്ന് പറയുന്നത് ഒരു കാണികൾക്കും അതിനോട് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഫൗള് കളിച്ചപ്പോൾ നമ്മൾ ബീറ്റിനാക്കി, നമ്മൾ ജൂനിയർ പ്ലെയർ നമ്മൾ ബീറ്റും ചെയ്തു, അതിൻ്റെ ഒരു ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അത് ഒരിക്കലും കാണികളോ ഈ സംഘാടകരോ ആരും ഇത് ഇഷ്ടപ്പെടില്ല. കാരണം എങ്ങനെ ഇടിച്ചിട്ടും കുത്തിയിട്ടും നമ്മുടെ ടീം ജയിക്കൊണ്ടോ അങ്ങനെ കളിച്ചിട്ടൊരു കളിക്കാരനാന്ന് പറയുന്നത് അവൻ ഫൗളാണ്, അവൻ കളിക്കാരനല്ല, അവൻ വെറും തല്ലും വെക്കാണ്, വല്ല ഇടിയും കുത്താണ്, അതാണ് എല്ലാവരും പറയുള്ളൂ. അപ്പോൾ ഫൗളൊക്കെ കുറച്ച് നിങ്ങളെ കണ്ട് പഠിക്കുന്ന കുറേ കുട്ടികൾ നമ്മളെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവർക്ക് പ്രചോദനമാകാൻ വേണ്ടിയിട്ട് ആ ഫൗളൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് ഫുട്ബോൾ കളിക്കാമല്ലോ. ഫൗള് വേണം ചെറിയ ഞാൻ ഇപ്പം മിന്നാന്നൊരു വീഡിയോ ചെയ്തതിൽ ചെറിയ ഫൗളുകൾ കളിക്കാം, പിടിച്ച് വലിക്കാം, അങ്ങനത്തെ ഫൗളൊക്കെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഇടിച്ച് നമ്മളെ ടീം ജയിച്ച് പിന്നെ ഇപ്പം എന്നെ ഇടിച്ചാലും എൻ്റെ ഉമ്മ എൻ്റെ വീട്ടുകാരും എല്ലാവരും നല്ല എൻ്റെ ഉമ്മ മനസ്സ് തട്ടിപ്പാവും. അപ്പോൾ എൻ്റെ മോനെ ഇങ്ങനെ കാട്ടിയ ആൾക്ക് തിരിച്ച് കിട്ടണേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഇത് ഇന്ന് നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, നന്നായി കളിക്കാൻ പറ്റും. ഇന്നല്ലെങ്കിൽ നാളെ ഫുട്ബോൾ കളിയാണ്, ഒന്ന് റൺ ചെയ്തിട്ടൊന്ന് ടേൺ ചെയ്താൽ മതി. പെട്ടെന്ന് ലോക്കായ സാധനം മുട്ട എന്താണെങ്കിലും എന്ത് ഇഞ്ചുറി ആണെങ്കിലും പെട്ടെന്ന് വരാൻ പെട്ടെന്ന് ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ നിങ്ങളിപ്പോൾ വലിയ ഇടിക്കാരാണ്, ഇത് ആരാണെങ്കിലും ഇന്ന ആളെന്നല്ല ഞാൻ പറയുന്നത്, വലിയ ഇടിക്കാരാണ്. നിങ്ങൾ ഇടിച്ചിട്ട് പിറ്റത്തെ കളി നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി കടന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ കുറിച്ച് ആലോചിക്കുക. അന്ന് ചെയ്യേണ്ടിയിരുന്നില്ല, ആ പ്രാക്കാവും എന്നൊക്കെ നമ്മൾ ആലോചിക്കും. അപ്പോൾ അതുകൊണ്ട് ഫൗളൊന്നും ഇല്ലാണ്ട് ഫൗള് കളിക്കണം, സേഫായിട്ടുള്ള ഫൗള് കളിക്കാനല്ലാതെ വെറുതെ ഡേഞ്ചർ ഫൗള് കളിച്ചിട്ട് ഒരു ടീമിനെ ഒരു പ്ലെയറെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും നിങ്ങളെ കണ്ട് പഠിക്കുന്ന ഒരു കുട്ടികളും ഇവിടെ ഉണ്ട്, അതെല്ലാം കൂടി ആലോചിച്ച് നല്ല സേഫായിട്ട് ഫുട്ബോൾ കളിക്കാൻ നോക്കുക. പിന്നെ കാണികൾക്കും ഇത് ഇഷ്ടപ്പെടുന്നില്ല, കാരണം അത്രയധികം കാണികൾ വീണ്ടും കളി കാണാൻ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടി ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ അത് തകർക്കരുത്, നല്ലപോലെ കളിക്കുക, എല്ലാവരും കളിക്കാൻ പറ്റും, നല്ലപോലെ കളിക്കുക. ഫുട്ബോളാണ്, ഫുട്ബോളാണ് ഫൗള്. പക്ഷേ ഓവറാവാതെ സംയമനം പാലിച്ച് നല്ല സേഫായിട്ട് ഫൗൾ ചെയ്തിട്ട് കളിക്കുക. അല്ലാതെ നമ്മളിപ്പോൾ ജയിച്ചുകൊണ്ട് വേൾഡ് കപ്പ് നേടാനൊന്നും പോകുന്നില്ല. ഒരു കളി ജയിച്ച് 4 കളിയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വിലക്കുകൊണ്ടോ മറ്റേ 2 ദിവസം വിലക്കുകൊണ്ടോ അങ്ങനെ ചെയ്തുകൊണ്ട് ഇത് ഫൗൾ നിൽക്കാനുമില്ല. അത് നമ്മൾ തന്നെ തീരുമാനിക്കണം. ഞാൻ ആരടിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടൊന്നും ആരും നേരാവാനൊന്നും നന്നാവാനൊന്നും പോകണില്ല. പക്ഷേ നമ്മൾ തീരുമാനിക്കുക, ഞാൻ ഇനി ചെയ്യണില്ല, കാരണം ഞാൻ ഇങ്ങനത്തെ ഫൗൾ ചെയ്യില്ല, ഞാൻ ഇങ്ങനത്തെ ഫൗളിൽ നിന്ന് മാറി നിൽക്കണം നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞാൽ അത് സാധിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അതിന് പ്രയത്നിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ഫൗളുകൾ ഇനി കളിക്കാതിരിക്കുക, വളരെ ഡേഞ്ചറാണ്. അപ്പോൾ ഒരാളെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിട്ടോ കാര്യമില്ല. അപ്പോൾ താങ്ക് യു വെരി മച്ച്.